ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തുളസിമാലയുടെ കാര്യം സുമതി മീനുവിനോട് ചോദിക്കുമ്പോൾ മീനു സൂരജിനെ നോക്കും. അവർ ചോദിക്കും, നീ എന്തിനാ അവനെ നോക്കുന്നത്? നീ മര്യാദയ്ക്ക് പറ, എന്താ ഇതിന്റെ പിന്നില്, എന്താ ശരിക്കും അന്നോടെ സംഭവിച്ചത്? മീനു പറയും, ശരി ഞാൻ പറയാം. അന്ന് ഞങ്ങള് യാത്ര പോയപ്പം കാട്ടിലൊരു അമ്പലം ഉണ്ടായിരുന്നു. വളരെ വിശേഷപ്പെട്ട ഒരു അമ്പലം അത്. അവിടെ വെച്ച് പരസ്പരം മാലയിട്ടു. അത് കേൾക്കുമ്പോൾ സുമതിയുടെയും ചിന്താമണിയുടെ മുഖമൊക്കെ അങ്ങ് മാറും. അവർക്ക് ടെൻഷനാവും. മീനു പറയും, നേരത്തെ തന്നെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹിതരാവാൻ തീരുമാനിച്ചതാ. അവിടെ എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പം കല്യാണം കഴിക്കേണ്ടി വന്നു. അത് കേട്ട് ചിന്താമണി കിടന്ന് കരയുന്നുണ്ട്. സൂര്യചേട്ടൻ ഞങ്ങളെ ചതിക്കുമായിരുന്നല്ലേ, നീയും സൂര്യചേട്ടനും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞല്ലേ? സുമതിയും പറയും, എന്നാലും ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു. ഇപ്പൊ അവന്റെ കള്ളക്കളിയെല്ലാം പുറത്തു വന്നില്ലേ? മീനു പറയും, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ആരുടെ കല്യാണം കഴിഞ്ഞു എന്നാ? എന്റെ സൂരജ് സാറിന്റെ അല്ല, ഞങ്ങളുടെ കൂടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന 2 പേരുണ്ടായിരുന്നു, മനീഷും ദീപയും. അവരുടെ കല്യാണം കഴിഞ്ഞു എന്നാ ഞാൻ പറഞ്ഞത്. അത് കേൾക്കുമ്പോഴത്തേക്ക് സൂരജിന് ശരിക്കും അതിശയാവും. ദൈവമേ, ഞാൻ ഇവരോട് പറഞ്ഞ കഥ തന്നെ ഇവളെങ്ങനെ പറഞ്ഞു? അത്രയും നേരം ബഹളം വെച്ചോണ്ടിരുന്ന ചിന്താമണിയും സുമതിയും സ്വിച്ച് ഇട്ട പോലെ നിൽക്കും. ചിന്താമണിക്ക് ശരിക്കും ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോവും. വെറുതെ സൂരജേട്ടനെ തെറ്റിദ്ധരിച്ചല്ലോ എന്ന്. സൂരജ് എന്നാലും ചിന്തിക്കുന്നത് ഇവളിത് എങ്ങനെ അറിഞ്ഞു എന്നാണ്. ആ സമയം നമ്മളെ കാണിക്കുന്നുണ്ട്. അമ്മാമ്മ മീനുവിനെ വിളിച്ച് പറയും, മോളെ, ഇവിടെ സൂരജിനെ സുമതിയും ചിന്താമണിയും കൂടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. അവന്റെ കാറിൽ നിന്ന് തുളസിമാല കിട്ടിയ കാര്യം അവന് അതിനെപ്പറ്റി ഒരു കഥ പറഞ്ഞു. മീനു പറയും, ഞാൻ എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയാം അമ്മാമ്മേ. അമ്മാമ്മ പറയും, അതൊന്നും വേണ്ട, സൂരജ് ഇവിടെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. സുമതിയും ചിന്താമണിയും നിന്നോട് ചോദിക്കാൻ വരുമ്പോൾ നീയും ആ കഥ തന്നെ പറഞ്ഞാൽ മതി. അതും പറഞ്ഞ് സൂരജ് പറഞ്ഞത് എന്താണോ അതുപോലെ തന്നെ അമ്മാമ്മ പറഞ്ഞു കൊടുക്കും. മീനു ശരി അങ്ങനെ തന്നെ പറയാമെന്ന് പറയും. അങ്ങനെയാണ് മീനു ഈ കാര്യങ്ങളെല്ലാം ഇവരോട് പറഞ്ഞത്. അമ്മാമ്മ അവിടെ നിന്ന് മീനുവിനെ കൈപൊക്കി കാണിക്കുന്നുണ്ട്. മീനും ചിരിയോടെ തലയാട്ടും. അവള് പറയും, ഇപ്പം നിങ്ങളുടെ സംശയമെല്ലാം മാറിയല്ലോ, ഇനി ഞാൻ പോവാന്നും പറഞ്ഞ് സൂരജിനെ നോക്കി ഒന്ന് സൈറ്റ് അടിച്ചിട്ട് അവള് പോകും. സൂരജ് വല്ലാതെയാവും, ഇവക്കിത് എന്താ പറ്റിയെന്ന് ഓർത്തിട്ട്. അമ്മാമ്മ ചിന്താമണി സുമതിയെ വഴക്ക് പറയും. സൂരജ് പറയും, ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യമായോ? ഞാൻ പറഞ്ഞപ്പോഴല്ലായിരുന്നു വിശ്വസിക്കാൻ ബുദ്ധിമുട്ട്. എന്നിട്ട് വെറുതെ ആ മീനുവിനെ വിളിച്ചു വരുത്തി എല്ലാം ചോദിച്ചു. എനിക്ക് എന്നാ നാട്ടുകാരുടെ മുന്നിലൊന്നും ഒരു വിലയില്ലേ? ഞാനൊരു ഗസറ്റഡ് ഓഫീസറാ. എന്റെ വിലയില്ലാതാക്കുന്ന പ്രവർത്തികളാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്. മീനു വന്നുകൊണ്ട് നിങ്ങൾ എന്റെ സത്യസന്ധത മനസ്സിലാക്കി. ഇല്ലായിരുന്നെങ്കിലോ? അങ്ങനെ സൂരജും കിടന്ന് ഒച്ച വെക്കും. അമ്മാമ്മ പറയും, ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞതാ, ഇവൻ പറയുന്നത് വിശ്വസിച്ചാൽ മതി, കൂടുതലൊന്നിനും പോവണ്ടെന്ന്. അന്നേരം നിങ്ങൾക്കല്ലായിരുന്നു നിർബന്ധം. സുമതി ചിന്താമണിയെ നോക്കാൻ വന്നതല്ലേ, ഇപ്പം ചിന്താമണിക്ക് ഒരു കുഴപ്പമില്ലല്ലോ, വേഗം തന്നെ ഈ വീട്ടിൽ നിന്ന് പൊക്കോണം. ചിന്താമണി പതിയെ അമ്മയോട് പറയും, അമ്മാമ്മയുടെ കാലി വീണ് മാപ്പ് പറഞ്ഞു, അതേ ഇനി മാറുകയുള്ളൂ എന്ന്. ഉടനെ സുമതി നിന്ന് കരയാൻ തുടങ്ങും. അറിയാതെ പറ്റിപ്പോയത് അമ്മേ, പക്ഷെ അതുകൊണ്ട് എന്തായി? നമുക്ക് 2 കാര്യങ്ങൾ ബോധ്യപ്പെട്ടില്ലേ? മീനു നമ്മൾ വിചാരിച്ച പോലെ ഒരാളെ അല്ല, സീതാദേവിയെ പോലെ പരിശുദ്ധിയാണെന്നും സൂരജ് ഹരിചന്ദ്രനെ പോലെ ഒരാളാണെന്നും. മീനുവിനെ പറ്റി പറഞ്ഞു കേൾക്കുമ്പോൾ ചിന്താമണിക്ക് ദേഷ്യം വരും. ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയും. അമ്മാമ്മ പറയും, ശരി മര്യാദക്കാണെങ്കിൽ നിനക്ക് ഇവിടെ കഴിയാം, ഇനി ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ആ നിമിഷം ഇവിടുന്ന് പുറത്താക്കുമെന്ന്. അമ്മമ്മ പോകുമ്പോൾ സൂരജും പുറകെ ദേഷ്യത്തോടെ കയറിപ്പോകും. ചിന്താമണി സുമതിയും തമ്മിൽ സംസാരത്തിലാണ്. ചിന്താമണി പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഇത്രയധികം വഷളാക്കിയത് അമ്മ ഒറ്റ ഒരാളാ. സൂരജേട്ടൻ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞപ്പം അത് അവിടെ കഴിഞ്ഞാൽ മതിയായിരുന്നു. മീനുവിനെ വിളിച്ച് കൂട്ടി ചോദിക്കണം എന്ന് പറഞ്ഞപ്പം വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. എന്നിട്ടിപ്പോ എന്തായി? അമ്മാമ്മയുടെ മുന്നിൽ മാപ്പ് പറയേണ്ടി വന്നില്ലേ? സുമതി പറയും, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ മാപ്പ് പറഞ്ഞത്. അവള് പറയും, ആ അതെ, അതുകൊണ്ട് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നു. അല്ലായിരുന്നെങ്കിൽ അമ്മാളുവമ്മ എപ്പോഴേ പിടിച്ച് പുറത്താക്കിയേനെ. അമ്മയ്ക്ക് അഭിനയിക്കാൻ തീരെ അറിയില്ല. മാപ്പ് പറയാൻ പറഞ്ഞപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത്? മീനു സീതാദേവി, സൂരജേട്ട ഹരിചന്ദ്രൻ. സുമതി പറയും, എന്റെ അഭിനയത്തിൽ അവരെല്ലാം വേണ്ടല്ലോ, നിനക്ക് മാത്രമേ ഉള്ളൂ എന്റെ അഭിനയത്തിൽ വിശ്വാസം ഇല്ലാത്തത്. എന്താണേലും സത്യങ്ങളെല്ലാം ഇപ്പം ബോധ്യപ്പെട്ടല്ലോ. ചിന്താമണി പറയുമ്പോൾ സുമതി പറയുന്നുണ്ട്, നിനക്ക് തോന്നുന്നുണ്ടോ അവർ പറഞ്ഞല്ല സത്യമാണെന്ന്? അവർ പറഞ്ഞ ഒന്നും സത്യമല്ല. സത്യം എന്താന്ന് ഇനി കണ്ടുപിടിക്കണം. ചിന്താമണി ചോദിക്കും, അമ്മയ്ക്ക് മതിയായില്ലേ, ഇനി എന്ത് കണ്ടുപിടിക്കാനാ? സുമതി പറയും, ആ കല്ലമ്പലത്തിൽ വെച്ച് നടന്നത് സൂരജ് മീനു അല്ലേ പറഞ്ഞത്? നീ അത് കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ അവർ പറയുന്നത് വിശ്വസിക്കാൻ പറ്റും? പിടിക്കപ്പെട്ടാൽ പറയാൻ വേണ്ടി അവരൊരു കഥ പ്ലാൻ ചെയ്ത് വന്നതായിരിക്കും. ഇനി അല്ലെങ്കിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പം സൂരജ് പറഞ്ഞ അതേ കഥ സൂരജ് മീനുവിന് പറഞ്ഞു കൊടുത്തു കാണും. അവൾ അതിന്റെ ഫോട്ടോ കോപ്പിയാണ് പറഞ്ഞത്. 2 പേരും കൂടി നമ്മളെ പറ്റിക്കുമായിരുന്നു. ഇത് ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് ഞാൻ കണ്ടുപിടിക്കും. ഈ സമയം സൂരജ് ആണെങ്കിൽ മീനു എങ്ങനെയായിരിക്കും ഞാൻ പറഞ്ഞ അതേ കഥ തന്നെ പറഞ്ഞത്? അവളോട് ആരായിരിക്കും അത് പറഞ്ഞു കൊടുത്തത്? അങ്ങനെ ഓരോന്നും ചിന്തിച്ച് മീനുവിനെ ഫോൺ ചെയ്യുമെങ്കിലും കിട്ടില്ല. അവളാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. ഇനിയിപ്പോൾ എന്തോ ഒരു വഴി. അങ്ങോട്ട് കയറി ചെന്നാൽ അവളുടെ അമ്മ എന്താ വിചാരിക്കുന്നത്? തഞ്ചത്തിൽ കയറി ചെല്ലാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ഓർത്ത് അവൻ ചുറ്റും നോക്കുമ്പോൾ അവൻ്റെ ഡ്രസ്സ് കാണും. ഇത് തന്നെ ഐഡിയ എന്നും പറഞ്ഞ് അവൻ ആ ഡ്രസ്സും എടുത്ത് പോകാൻ തുടങ്ങുമ്പോൾ ചിന്താമണി അങ്ങോട്ട് വരുന്നുണ്ട്. സൂരജേട്ടൻ എങ്ങോട്ട് ഈ ഡ്രസ്സുമായിട്ട്? ഞാൻ അതൊക്കെ വൃത്തിയായിട്ട് അലക്കി വെച്ചതാ, ഇനി അയൺ ചെയ്താൽ മാത്രം മതി. സൂരജ് ചോദിക്കും, ഇതാണോ വൃത്തി? ഇതിന്റെ കോളറി മുഴുവൻ ചെളി പിടിച്ചിരിക്കുക. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വാഷിംഗ് മെഷീൻ ഇട്ട് നനയ്ക്കുമ്പോൾ കോളർ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ഇടണമെന്ന്. അവള് പറയും, ഞാൻ അങ്ങനെ തന്നെയാ ചെയ്തത്. സൂരജ് പറയും, എന്താണ് ഇത് ഞാൻ മേളിൽ കൊണ്ടുപോയി കല്ലയിട്ട് നനച്ചോളാം. ചിന്താമണി പറയും, ഈ ചായ കുടിച്ചിട്ട് പോ. സൂരജ് പറയും, വേണ്ട, ഞാൻ പിന്നെ കുടിച്ചോളാം. എപ്പം? തണുത്ത് പോയിട്ടോ. സൂരജ് അത് കേൾക്കാൻ നിൽക്കാതെ മുകളിലേക്ക് പോകും. ചിന്താമണി വിചാരിക്കുന്നുണ്ട്, ഈ സൂരജേട്ടന് ഇത് എന്താ പറ്റിയത്? സാധാരണ എന്നെ ഇങ്ങനെ കുറ്റം പറയുന്നതല്ലല്ലോ.
ഈ സമയം സൂരജ് ഡ്രസ്സും കൊണ്ട് മുകളിലേക്ക് വരും. മീനു താമസിക്കുന്നിടത്ത് എത്തുമ്പോൾ അവനൊന്ന് ചുറ്റും നോക്കുന്നുണ്ട്. അവളെ അവിടെയെങ്കിലും കാണാതെ അവൻ മുകളിലേക്കൊക്കെ കയറുന്നുണ്ട്. ഇവരിത് എവിടെ പോയി, അല്ലെങ്കിൽ ഏത് സമയം ഇവിടെ കാണുന്നതാണല്ലോ എന്നും പറഞ്ഞ് അവൻ നോക്കുന്നത് നേരെ മീനുവിന്റെ മുഖത്താണ്. മീനു അവൻ തിരക്കുന്നതെല്ലാം കണ്ടൊരു ചിരിയോടെ നിപ്പുണ്ട്. പെട്ടെന്ന് സൂരജ് അബദ്ധം പറ്റിയതുപോലെ ആകും. മീനു പറയും, സാർ ആള് കൊള്ളാലോ, അപ്പൊ അത്യാവശ്യം ഒളിഞ്ഞു നോട്ടമൊക്കെ ഉണ്ടല്ലേ. സൂരജ് പറയും, അയ്യോ ഞാൻ ഒളിഞ്ഞു നോക്കിയതല്ല, പിന്നെ സാർ ഇപ്പൊ നോക്കിയതിന് എന്താ വിളിക്കേണ്ടത്, തെളിഞ്ഞു നോട്ടുന്നോ. സൂരജ് പതറുമ്പോ മീനു പറയും, താഴെ താമസിക്കുന്ന സാറിന് എന്റെ വീടിന്റെ മുകളിൽ എന്താ കാര്യം, ഒരുമാതിരി കള്ളന്മാരെ പോലെ പാത്തും പതുങ്ങിയൊക്കെ വന്ന് നിൽക്കുന്നു, മോഷണാണോ ഉദ്ദേശം. സൂരജ് പറയും, അയ്യോ ദയവ് ചെയ്ത് എന്നെ നാറ്റിക്കരുത്, ഇതിനൊന്നും വന്നതല്ല ഞാൻ. അവള് ചോദിക്കും, പിന്നെ മുകളിൽ താമസിക്കുന്നവരുടെ സുഖവിവരം അന്വേഷിക്കാനോ. ആദ്യം ഞാൻ പറയുന്നത് മുഴുവനായി ഒന്ന് കേക്ക്, പിന്നീട് ചാടിക്കളിക്കാൻ വാ. മീനു പറയും, ആ ശരി, അപ്പൊ സാറിന് ഈ ടോണിലും സംസാരിക്കാനൊക്കെ അറിയാല്ലേ. സത്യം പറഞ്ഞ ഞാൻ മീനുവിനെ കാണാൻ വന്നതാ. അവള് ചോദിക്കും, എന്നെ കാണാൻ സാർ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്, എന്റെ കിച്ചണിൽ വന്നാ പോരായിരുന്നോ, അല്ലെങ്കിൽ ആ ചിന്താമണിയെ വിട്ട് വിളിപ്പിച്ചാ പോരായിരുന്നോ, ഞാനങ്ങ് പറന്നു വരില്ലേ. അത് പിന്നെ ഞാൻ മീനുവിനെ ഫോണിൽ 1-2 വട്ടം ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ കിട്ടിയില്ല. അവള് പറയും, എന്നെ പോലെ അധ്വാനിക്കുന്ന ആൾക്കാർ സാറിനെ പോലെ 24 മണിക്കൂറും ഫോണും കൈപ്പിടിച്ച് നടക്കുവല്ല, അത് അവിടെ എങ്ങാനും വെക്കും, പിന്നെ തിരിച്ചു വിളിക്കാറാണ് പതിവ്. അല്ല സാർ എന്തിനാ എന്നെ ഒന്നിലധികം പ്രാവശ്യം വിളിച്ചത്, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നോ. മീനുവിനോട് എനിക്ക് 1-2 കാര്യങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. എന്ത് കാര്യം? ആ മാലയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ അതേ കാര്യം എങ്ങനെ ഇത്ര കൃത്യമായിട്ട് മീനുവിന് പറയാൻ പറ്റി? സത്യത്തില് ഒരു വഴക്ക് വേണ്ടെന്ന് കരുതി ഞാൻ ക്രിയേറ്റ് ചെയ്ത കഥയാ അത്. അതുപോലെ തന്നെ മീനു ആവർത്തിച്ചു. ഞാൻ വീട്ടിൽ പറഞ്ഞ കഥ എന്താന്ന് ഒരിക്കൽ പോലും മീനുവിനോട് പറഞ്ഞിട്ടില്ല, എന്നിട്ടും മീനു അതേ കഥ പറഞ്ഞേക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു, ആരാ ഇതൊക്കെ മീനുവിനോട് പറഞ്ഞത്? അവള് പറയും, ഞാൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് സാർ അറിയണ്ട, അതൊരു സസ്പെൻസ് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. ഞാൻ കാരണം സാറിന്റെ വീട്ടിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ, അത് മാത്രം ചിന്തിച്ചാൽ മതി, അല്ലാതെ ഇതിന്റെ വേര് ചെകഞ്ഞു പോവാൻ നിൽക്കണ്ട. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. സൂരജ് ചോദിക്കും, ഒരു കാര്യം, ഒരൊറ്റ കാര്യം മാത്രം ഞാൻ ചോദിച്ചോട്ടെ. അതിന് മാത്രം മീനു സത്യസന്ധമായിട്ട് മറുപടി പറയണം. മീനു പറയും, സാർ ചോദിക്കേ, എന്നിട്ട് തീരുമാനിക്കാം മറുപടി പറയണോ വേണ്ടയോ എന്ന്. ആ സമയം ചിന്താമണി താഴേന്ന് വിളിക്കും, സൂരജേട്ടാ, സൂരജേട്ടൻ ഇത് എവിടെയാ? പെട്ടെന്ന് തന്നെ സൂരജിന് വെപ്രാളാവും. അവൻ പറയും, എന്നാ പിന്നെ ഞാൻ പോട്ടെ. മീനു ചോദിക്കും, അല്ല എന്തോ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഞാൻ പിന്നെ ചോദിച്ചോളാന്നും പറഞ്ഞ് സൂരജ് വേഗം മുകളിലേക്ക് കയറി പോകും. മീനു ചിന്തിക്കും, ചിന്താമണിയുടെ ശബ്ദം കേട്ടതോടെ സൂരജ് സാറ് വാലിന് തീ പിടിച്ച് ഓടിയല്ലോ. ആ സമയം ചിന്താമണി വന്നിട്ട് ചോദിക്കും, സൂരജേട്ടൻ ഇങ്ങോട്ട് വന്നായിരുന്നോ? മീനു പറയും, ഈ വഴി ടെറസിലേക്ക് പോകുന്നത് കണ്ടു. ടെറസിലേക്കോ? അപ്പൊ മീനുവിനെ കാണാൻ വന്നതല്ലേ? മീനു പറയും, എന്നെ കാണാൻ വന്നതാണെങ്കിൽ ഇപ്പൊ ഇവിടെ നിന്ന് എന്നോട് സംസാരിക്കുമായിരുന്നല്ലോ, എന്താ ചിന്താമണി ഇങ്ങനെ ബുദ്ധി ഇല്ലാത്തവരെ പോലെ സംസാരിക്കുന്നേ? അതും പറഞ്ഞ അവള് വീട്ടിലേക്ക് കയറി പോകുമ്പോൾ ചിന്താമണി മനസ്സിൽ പറയും, ശേ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു, ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നീട് കാണിക്കുന്നത് സുപ്രിയയും നിരുപമയും കൂടെ വിജിലൻസ് ഓഫീസറുടെ അടുത്ത് സൂരജിനെതിരെ പരാതി കൊടുക്കാൻ വന്നേക്കാണ്. നിരുപമയോട് സൂരജ് കൈക്കൂലി വാങ്ങിയെന്നാണ് പരാതിയില്. ആ ഓഫീസർ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ ആളിനെ പറ്റി ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചു, സൂരജ് അങ്ങനെ കൈക്കൂലി വാങ്ങിക്കുന്ന ആളൊന്നും അല്ല. നിരുപമ പറയും, ശരിക്കും വാങ്ങിച്ചു സാർ, പലതവണ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ കൈക്കൂലി കൊടുത്ത് ശീലമൊന്നുമില്ല, അതുകൊണ്ടാ ഇവിടെ പരാതിയായിട്ട് വന്നത്. അയാള് പറയും, എന്താണേലും അത് നന്നായി, ഈ ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ടർ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്നുള്ള കാര്യം നിങ്ങൾ തെളിയിക്കേണ്ടതാണ്. അതിനെന്താ സാർ ഞങ്ങൾ വേണ്ടെന്ന് സുപ്രിയ ചോദിക്കുമ്പം അദ്ദേഹം പറയും, നിങ്ങൾ കൈക്കൂലിയായി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പണം മുൻകൂറായി ഞങ്ങളുടെ കയ്യിൽ തരണം, ഞങ്ങൾ ആ കറൻസിയിൽ ചില സീക്രട്ട് മാർക്കിംഗ് നടത്തി തിരികെ തരും, ആ നോട്ടുകൾ തന്നെ നിങ്ങൾ അയാൾക്ക് കൈക്കൂലിയായി കൊടുക്കണം. അയാൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിയാൽ ആ നിമിഷം തന്നെ ഞങ്ങൾക്ക് അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റും, തൊണ്ടി മുതലായി ഈ നോട്ടുകൾ പിടിച്ചെടുക്കാനും പറ്റും. അത് കേട്ട് നിരുപമ ഒരു കെട്ട് 500-ന്റെ നോട്ട് എടുത്ത് ആ ഓഫീസറിന്റെ മുന്നിൽ വെക്കും. എന്നിട്ട് പറയും, ഇതാണ് ഞങ്ങൾ ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ടർ സൂരജ് കെ മേനോന് കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്ന പണം. അയാൾ ആ നോട്ട് എടുത്ത് നോക്കും. പിന്നീട് കാണിക്കുന്നത് സുപ്രിയ സൂരജിനെ ഫോൺ ചെയ്യുന്നുണ്ട്. സ്പീക്കറിലിട്ടാ സംസാരിക്കുന്നത്. പുറത്തെവിടെ വെച്ചാണ്. ഹലോ ആരാന്ന് സൂരജ് ചോദിക്കുമ്പോൾ സുപ്രിയ പറയും, ഞാനൊരു പുതിയ സ്ഥാപനം തുടങ്ങുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട് സാറിനെ ഒന്ന് വന്ന് കാണാൻ. എന്ത് സ്ഥാപനം? അവര് പറയും, ഫുഡ് ഡെലിവറി സർവീസ് ആണ്, ഞാൻ ഉച്ചയ്ക്ക് 2 മണിവരെ ഓഫീസിലുണ്ടാവും, അതിനുള്ളിൽ വന്നാൽ മതി. അതും പറഞ്ഞ് സൂരജ് ഫോൺ വെക്കുമ്പോൾ ഹർഷൻ ചോദിക്കുന്നുണ്ട്, വിജിലൻസ് തന്ന പണം നേരിട്ട് അയാൾക്ക് കൊടുക്കാനാണോ പരിപാടി? നിരുപമ പറയും, അങ്ങനെ കൊടുത്താൽ അത് വലിയ അബദ്ധമാവും, സൂരജാണ് കക്ഷി, കൈക്കൂലി കൊടുക്കാൻ ശ്രമിച്ച കേസിൽ നമ്മളെ അകത്താക്കും. സുപ്രിയ പറയും, നമ്മൾ ഇത് സൂരജിന്റെ കയ്യിൽ നേരിട്ട് ഏൽപ്പിക്കാൻ പോകുന്നില്ല. ഹർഷൻ ചോദിക്കും, പിന്നെ എന്തിനാ വിളിച്ച സമയം ചോദിച്ചേ? സൂരജ് ഇപ്പൊ എവിടെയുണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രം ഞാൻ ആ കോൾ ചെയ്തത്, അല്ലാതെ അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഉച്ചയ്ക്ക് 2 മണി വരെ സൂരജ് ഓഫീസിൽ കാണുമെന്നുള്ള കാര്യം വ്യക്തമായി. ഇനിയാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇനി എന്തെന്നറിയാൻ ഹർഷനും നിരുപമയും കാത്തിരിക്കുന്നുണ്ട്. അത്രയും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.